ഇനിയിപ്പോ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ അത് പ്രകാരം നടത്താം. കുട്ടിയെ വിഷ്ണു നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതാണ് വിഷ്ണുവിന്റെ അച്ഛൻ. മോൾക്കിപ്പോ അവിടെ എന്ത് കിട്ടും ശമ്പളം? അല്ല, അച്ഛന് മടക്കത്തിൽ വക്കീൽ ഹൂസിനെ കാണണ്ടേ? കാണണം. എന്നാ പിന്നെ വൈകിക്കണം, മുഹൂർത്തം നോക്കാം. ഓ, ഇയാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് ചേച്ചി നിശ്ചയിച്ചോ? എന്തേ? ഒരു ബ്രദർ എന്ന നിലയ്ക്ക് സ്വന്തം സഹോദരിയുടെ ഭാവി ജീവിതത്തിൽ എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ട്. എന്താടാ? എനിക്ക് ആ പാർട്ടി യാത്ര പിടിച്ചില്ല. ഒരു ഹീറോ ലുക്കില്ല. നിനക്ക് പിടിക്കണ്ട, എനിക്ക് പിടിച്ചിട്ടുണ്ട്, അത് മതി. ചേച്ചി ഒരു പുനഃപരിശോധന നടത്തുന്നതാ നല്ലത്. ഒന്ന് പോടാ. എനിക്കിഷ്ടായി ചേച്ചി, കണ്ടാൽ തന്നെ അറിയാം ചേച്ചിക്ക് നന്നായി ചേരും. അങ്ങനെ പറയാൻ വരട്ടെ. സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമേ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഓ എടാ, കുറച്ചു നേരത്തേക്ക് നിന്റെ വായ നടച്ചു വെക്കേ, അപ്പുറത്തുള്ളവർ കേക്കണ്ട. രണ്ട് ജാതകങ്ങളും പരസ്പരം ഗണിച്ചു നോക്കിയപ്പോ എല്ലാം ശുഭമായിട്ടാ കാണുന്നത്. വീട് വെക്കാനും സൽസന്താനങ്ങൾ ജനിക്കാനും ഒക്കെ യോഗമുണ്ട്. 18-ാം തീയതി രാവിലെ മുഹൂർത്തമുള്ളൂ. എന്ന് 18-ാം തീയതി ബുധനാഴ്ചയായിട്ട് വരും. കുഴപ്പമില്ല. കേസ് 20-ാം തീയതിക്കാ വെച്ചിരിക്കുന്നേ. അല്ല, 18-ാം തീയതിയാണ് ഞങ്ങൾ ബോംബെക്ക് പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിനെന്താ പൊക്കോളൂ. വൈകുന്നേരം 5 മണിക്കല്ലേ വണ്ടി. ഉച്ചയൂണും കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അത് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ലോ പണിക്കരെ. നമുക്ക് അതിന് മുമ്പ് മുഹൂർത്തമൊന്നുമില്ല. അല്ല, പണിക്കര് കണക്കൂട്ടിയിൽ തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. ഇവന് കമ്പ്യൂട്ടർ ജോത്സ്യത്തിന് മാത്രമേ വിശ്വാസമുള്ളൂ, അതുകൊണ്ടാ. സസൂക്ഷ്മൻ ചിന്തിച്ചാൽ അങ്ങനെ വരട്ടെ. ഒരു മുഹൂർത്തമുണ്ട്. എന്നാ പണിക്കരെ? ഇപ്പൊ മണി എത്രയായി? 11:30. കൃത്യം 11:28. ഇലക്ട്രോണിക് വാച്ചാ. ഇന്ന് 11:30 ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 18-ാം തീയതി ഉള്ളൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ നടത്തല്ലേ? 2 മിനിറ്റ് സമയമല്ലേ? കാര്യത്തിന്റെ കുട്ടൻസ് ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോവാൻ വെച്ചാൽ വിരുന്നുപോക്ക് നടക്കില്ല. അതാവും വിഷ്ണു പറയണത്. ബന്ധുവീട്ടിലൊക്കെ ഒന്ന് വിരുന്നിന് പോവാതെ മടങ്ങുന്നത് മര്യാദയാണോ? ഞാൻ അറിയാതെ ഏത് ബന്ധുക്കളാണോ നിനക്ക്? സകല തന്നെ പ്രതികരണത്തല്ലേ ഞാൻ കേസ് നടത്തണത്. വേറെ നിവൃത്തി മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നിശ്ചയിക്കാം. എന്താ? അപ്പോ 18-ാം തീയതി ബുധനാഴ്ച. ഇങ്ങോട്ട് വെച്ചേക്ക. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. കുറച്ച് നാളികേരം കൂടി ചാക്കി പൊതിഞ്ഞേറ്റി എടുക്കായിരുന്നു. ഈ ഉള്ളത് തന്നെ എങ്ങനെ കൊണ്ടുവന്ന് വിചാരിച്ച മനുഷ്യരോട് പ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് നാളികേരം കൂടി കെട്ടിയെടുക്കാൻ പോകണം. അവിടെ ചെന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. വീടും കുടിയായിട്ട് പാർപ്പ് തുടങ്ങി കഴിയുമ്പോഴറിയാം അതിന്റെ ദുരിതം. അടുത്ത കൊല്ലാകുമ്പോഴേക്കും നിന്റെ ദുരിതം ഒന്നും കൂടെ കൂടാൻ പോണേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വിനോദയാത്രയായിട്ട്. നിങ്ങളെ വെറുതെ ഒന്ന് കാണാൻ. ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലാണല്ലേ? കമ്പാർട്ട്മെന്റിലൊന്ന് സഹകരിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ചെറിയ പനി വന്നപ്പോഴേക്കും താനിങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? എനിക്കിപ്പോഴും ഒന്നുമില്ല. ഇതാണ്ടോ വിഷ്ണുവേട്ടൻ അങ്ങനെയൊക്കെ പറയാം. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരുപാട് ദൂരാണെന്ന് വെച്ചാ അറിഞ്ഞില്ല കണ്ടില്ല എന്ന് വെച്ച് സമാധാനിക്കാം. ഇത് അങ്ങനെയാണോ? എല്ലാം നേരെയാവുന്നേ. ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ താൻ? ദൈവം നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കോ? കുറെ അമ്പലങ്ങളിലേക്ക് വഴിപാട് നേർന്നിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നാ മുടങ്ങാതെ എല്ലാം കഴിപ്പിക്കണം. ശമ്പളം കിട്ടിയെന്ന് വിഷ്ണുവേട്ടനൊരു ഷർട്ട് വാങ്ങി. എന്റെ സെലക്ഷൻ പിടിക്കുമെന്നറിയില്ല. എന്നെ താൻ തോപ്പിച്ചളഞ്ഞല്ലോ. എനിക്ക് നീ ശമ്പളം കിട്ടിയിട്ടില്ല. 450 രൂപ ഹോസ്റ്റലിൽ കൊടുത്തു വാടക. ഭക്ഷണത്തിന് മറ്റും 400 രൂപ വേറെയും. എല്ലാ മാസവും 300 രൂപ വെച്ച് നാട്ടിലേക്ക് അയക്കുന്നതാ. ഇത്തവണ അയക്കണ്ടെന്ന് വെച്ചു. നമുക്ക് ഒരുപാട് ചെലവുള്ളതല്ലേ. ബാക്കി വിഷ്ണുവേട്ടന്റെ കയ്യിലിരിക്കട്ടെ. ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് പോരെ കണക്ക് പറച്ചിലൊക്കെ. തൽക്കാലം വീട്ടിലേക്ക് പണയക്കുന്ന മുടക്കണ്ട. Excuse me, there's a call for you. ഹലോ, വിഷ്ണു. വാരേ, താൻ ഇപ്പൊ തന്നെ തന്റെ വാരസ്യാരെ ഫോണിൽ വിളിക്കുക. എന്നിട്ട് 2 പേരും കൂടി നേരെ എന്റെ വീട്ടിലേക്ക് വരിക. എന്താ വേട്ടാ? എന്റെ ഭാര്യയുടെ തലേന്ന് ഉദിച്ച ഐഡിയ കേട്ടപ്പോ കൊള്ളാന്ന് എനിക്കും തോന്നി. ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട് തനിക്കും ഭാര്യയ്ക്കും കൂടി വിട്ടുതരാൻ പോവാ. ഒരു കല്യാണം ഉണ്ട് നാളെ രാവിലെ പൂനെയില്. എന്റെ ഒരു പഴയ കൊളീഗിന്റെ മകളുടെയാ. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് വിടും. നാളെ വൈകിട്ടേ മടങ്ങി വരൂ. അതുവരെ ഞങ്ങളുടെ വീട് ഫ്രീ. പിന്നെ തന്നെ കാണാൻ നിൽക്കണില്ലേ ഞാൻ. എന്റെ വീടിന് നമ്പർ ലോക്കാ, അറിയാലോ. നമ്പർ ഒന്ന് ഓർത്തോളൂ. എത്ര അവിടെ നമ്പർ? 6929. ഒന്ന് പറഞ്ഞേ. 6929. ഓക്കെ ഓക്കെ.
ഹലോ. നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 9626. 26 എന്നല്ലേ പറഞ്ഞത്? 2662. അല്ലല്ല 9626. 9626. രാമേട്ടൻ പറഞ്ഞ നമ്പർ 96 സ്റ്റാർട്ട് ചെയ്യുന്നത് 26 എന്നാ 9666 നോക്കി. അതല്ല 26 ആണ്, നോക്കിക്കോ. അതല്ല 9626 ഒന്ന് നോക്കിയേ. ഇനി 69 സ്റ്റാർട്ട് അല്ല ചെയ്യുന്നത്. तुम लोग उधर नहीं है, सब बाहर गए। മാലുവേ, ഇനി ഇടയ്ക്ക് വരുന്നു പറയാതെ. 62 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണെന്ന് എനിക്ക് മനസ്സിലായി. 6296. അയ്യോ, അതല്ല ചേട്ടാ 9636 ഒന്ന് നോക്കിയേ. നോക്കട്ടെ. 96 ഒന്നുകൂടെ നോക്കിയേ. ഒന്നിൽ 2662 അല്ലെങ്കിൽ 6226. നിന്റെ നക്ഷത്രദോഷം എന്നല്ലാതെ ഞാൻ എന്താ പറയാ എന്റെ വിഷ്ണു. നിസ്സാര നമ്പറും കൂടി ഓർത്തു വെക്കാനുള്ള ബോധം നിനക്ക് ഉണ്ടായില്ലല്ലോ. നമ്പർ എനിക്ക് അറിയായിരുന്നു. ആ നേരത്തെ ടെൻഷനിൽ മറന്നുപോയതാ. ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ, കഴിക്കാൻ ദോശ എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട. मिल गया विष्णु, मिल गया, मिल गया, मिल गया विष्णु, तुमको मकान मिल गया। കരിയുമ്പോയി. नहीं 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 नहीं, ये हमारा आते है, तुमको नहीं मालूम? എവിടെയാ കരിയുമ്പോയി വീട്? അതൊക്കെ വിസ്തരിച്ച് പറയാം. നീ നാളെ ബീവിനും കൂട്ടി വാ. ഊപ്പറായി. ആയേ ആയേ, ഇതിന് വേറൊരു കൂട്ടരാ, അത് കണക്കിലെടുക്കണ്ട. ഈ ഒരൊറ്റ മുറിയേ ഉള്ളൂ. ഇത് തന്നെ കിടപ്പുമുറിയും ഇരിപ്പുമുറിയും ഒക്കെ. പിന്നെ അപ്പുറത്തൊരു ചെറിയ ചായ്പുണ്ട്, അതാണ് അടുക്കള. എങ്ങനെയുണ്ട്? 800 റുപ്യാണ് വാടക. പിന്നെ കറണ്ട് ചാർജും വെള്ളത്തിന്റെ ചാർജും വേറെ കൊടുക്കണം. കൊടുക്കാം. പകുതിയുടെ കാര്യത്തിൽ ഒരു ഒറ്റ നയാ പൈസ കൊടുക്കാൻ പറ്റൂല എന്നാണ് കിളവൻ പറയുന്നത്. 25,000 റുപ്യ. എത്ര? 25,000 25 സാർ. കാശായിട്ട് ഓരോ പാർട്ടിക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. ചങ്ങായി, ഇത് തന്നെ എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ്. മാക്സിമം ഒരു 10,000 രൂപ, അത്രേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇതിപ്പോ 25,000 എന്നൊക്കെ പറയുമ്പോ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? പകുതി മാത്രം പോരല്ലോ. അത്യാവശ്യത്തിന് വേണ്ട ഫർണിച്ചറും മറ്റു സാധനങ്ങളും വാങ്ങണം. താമസം തുടങ്ങിയ ശമ്പളം കിട്ടുന്നവരെ 1 മാസം ചെലവ് നടക്കണം. ഞാനും അത് ആലോചിക്കണേ. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി വിഷ്ണുട്ടാ. കരിമ്പായോട് പകുതി കുറഞ്ഞ് വേറെ ഏതെങ്കിലും വീട് നോക്കാൻ പറഞ്ഞാലോ? എത്ര പ്രയാസപ്പെട്ടിട്ട് ഇത് തന്നെ ഒത്തുവന്നത്. വേണ്ടാന്ന് വെച്ചാൽ പിന്നെയും കാക്കേണ്ടി വരില്ലേ കുറെ കാലം കൂടി. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. 5,000 രൂപ പകുതി കൊടുക്കാൻ വെച്ചിരുന്ന കൈ തന്നെ ഉണ്ട്. ഓഫീസിലെ മാനേജർ വേദമണി സാറ് കുറച്ച് എമൗണ്ട് ലോൺ തരാൻ ഏറ്റിട്ടുണ്ട്. അതും പുള്ളിയുടെ ഓൺ റിസ്കിൽ. ആ സേട്ടൂൻ എന്നെ കാണുന്ന തന്നെ ചതുർത്തിയ. അതാ കുഴപ്പമായത്. എങ്ങനെ അരിച്ചു പറിക്കാലും പകുതി എമൗണ്ടിൽ കൂടുതൽ അപ്പോഴും ആകുന്നില്ല. ഇത് വെക്കാം നമുക്ക്. എല്ലാം കൂടി ഒരു 10-15,000 രൂപ കിട്ടും. അപ്പൊ കണക്ക് കൂട്ടിയാ മൊത്തം 25,000 രൂപയോളം ഉണ്ടാവില്ലേ? അത് മതിയാവില്ലേ? ആകെ കുറച്ച് ആഭരണല്ലേ ഉള്ളൂ വരുന്നതൊക്കെ. അതെടുക്കണ്ട. സാരില്ല, എനിക്ക് ആഭരണങ്ങൾ ഇടണമെന്ന് വലിയ മോഹമൊന്നുമില്ല. അതിനേക്കാളും വലിയ മോഹമല്ലേ ഇത്? താലിച്ചയും വേണ്ട, അതും കൂടി വിറ്റിട്ട്. അത് വേണ്ട. അപ്പൊ പണം തികഞ്ഞില്ലെങ്കിലോ? കുറച്ച് പണത്തിന്റെ കുറവല്ലേ വരൂ. അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. രാജേന്ദ്രന്റെ അഡ്രസ്സ് കയ്യിലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവൻ കുറെ പണം എനിക്ക് തരാനുണ്ട്. നിനക്കെന്താ ഒരു അമ്പരപ്പ്? രാജേന്ദ്ര, എങ്ങനെ പോയാലും ദിവസം 10-35 ഉറുപ്പ്യ കിട്ടും. സുഖം, പരമസുഖം. നിനക്കിനിയും രാജേന്ദ്രനെ മനസ്സിലായിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. ദുർഗ എന്റെ കൂടെ തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ സേട്ടുവിന്റെ കുറെ കാശ് എടുക്കാന്നുള്ള ധാരണയിലാണ് അവളെ വളച്ചതും വിളിച്ചോണ്ട് പോകുന്നതും ഒക്കെ. ഒരു സുപ്രഭാതത്തിൽ എല്ലാം മറന്ന് സേട്ടു വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സേട്ടുവിന്റെ സണ്ണിലായി വിലസാന്നും ഒക്കെ സ്വപ്നം കണ്ടു. സ്വപ്നം കാണാൻ ആരുടെ സമ്മതം ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് യാതൊരു നിരാശയില്ല. പെണ്ണിനെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അപ്പൊ തൽക്കാലം ഒരു തൊഴിൽ, ഡെപ്പോസിറ്റിനുള്ള കുറച്ച് കാശ് സംഘടിപ്പിച്ചെടുത്താൽ ഏതെങ്കിലും ടാക്സി കയറി പറ്റാം. നിനക്ക് തരാനുള്ള പൈസ കാര്യം ഞാൻ മറന്നിട്ടില്ല. കരിമ്പാടും പറഞ്ഞേക്ക്, ഞാൻ അങ്ങനെ ചതിച്ചിട്ട് ഓടിപ്പോന്നൊന്നും അല്ലാന്ന്. എന്നെങ്കിലും ഒരിക്കൽ എല്ലാ കടങ്ങളും വീട്ടാൻ ബോംബെ നഗരത്തിൽ രാജേന്ദ്രൻ വീണ്ടും ലാൻഡ് ചെയ്യും, അന്തസ്സായിട്ട്. നീ എന്താ ഭാര്യയെ കൊണ്ടുവരാഞ്ഞത്? ദൂരം കുറയില്ലേ, ചുമ്മാ ഒരു മൂട് വന്നിപ്പോ ഞാൻ ഇറങ്ങിയുള്ളൂ. വീടിന്റെ കാര്യം എന്തായി? ഉടനെ ശരിയാവും.
ദുർഗ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് നിന്റെ ഭാര്യയെക്കുറിച്ച്. നമ്മുടെ ഭാഷ അറിയില്ലെന്നേ ഉള്ളൂ. അല്ലേ തന്നെ സ്നേഹിക്കാൻ എന്തിനാണ് ഭാഷ? ഞാനിപ്പോ ഒരു ഭർത്താവിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എന്റെ ഭവനം. ദുർഗ ദേഖോ കോനാകിയ വിഷ്ണു. അതാ ഇത് കണ്ടോ, കോടീശ്വരനായ നമ്മുടെ മുതലാളിയുടെ ഏക മോള് എനിക്ക് തിന്നാനുള്ള ചപ്പാത്തി ഉണ്ടാക്കുക. अंदर आइए। അകത്ത് സ്ഥലം ഉണ്ടാവില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. आपकी बीवी कैसी है? ठीक है। ദോ ചായ ജൽദിലാണ്. हाँ। പാവം കൊട്ടാരം പോലത്തെ വീട്ടിൽ ജീവിച്ചിട്ട് ആ അതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിലും വലിയൊരു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് അവർക്ക് അറിയാം. ഇത് തന്നെ ടൗണിൽ നിന്ന് ഇത്രയും ദൂരെ ആയതുകൊണ്ട് ഭാഗ്യത്തിന് ഒത്തു കിട്ടിയതാ. വലിയ താമസമില്ലാണ്ട് ഒരാൾ കൂടി ഇതിനകത്ത് വന്ന് കേറും. അതെങ്ങാനും ഇരട്ടായ എന്റെ കാര്യം തെണ്ടി. അവന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടപ്പോ പൈസ വെക്കാൻ തോന്നിയില്ല. രാമേട്ടനോട് പറഞ്ഞ എങ്ങനെയല്ലേ സംഘടിപ്പിച്ചു തരും. പക്ഷേ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് രാമേട്ടനോട് നന്ദി പറയാൻ ബാക്കിയാ. കാശുമായിട്ട് ഇന്ന് ചെല്ലാവുന്നല്ലേ കരീംബായിട്ട് അടുത്ത് പറഞ്ഞത്? 3000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ പകുതിക്കുള്ള കാശ് തികയില്ലേ? താലി വേണമെന്നല്ലേ ഉള്ളൂ. ചെയിൻ റോൾഡ് ഗോൾഡിന്റേതായാലും ആരും അറിയാൻ പോകുന്നില്ല. ഇല്ലേ വിഷ്ണുട്ടാ? സാരമില്ലെന്നേ. सेठ जी गिन लिया ना? हाँ हाँ गिन लिया। पर एक बात कान खोल के सुन लो, अपन को किराया हर महीने बरोबर मिलते रहना चाहिए। अपन इस मामले में बहुत कड़क है क्या, समझे? जी। ये लो खोली की चाबी। और एक बात और याद रखो, ये बम्बई नगरी है, इधर दादा लोगों को थोड़ा सुपारी खिलानी पड़ती है। सुपारी? सुपारी उसको समझा नहीं। अरे वो खाने वाली सुपारी नहीं, सुपारी का मतलब है नकद, कैश, पैसा। इधर रहते रहते सब समझ जाओगे। जाओ, राम भली करेगा। शुक्रिया सर जी, शुक्रिया। കരിമ്പായി അയാൾ എന്താ പറഞ്ഞത്? അത് ഈ സ്ട്രീറ്റിലൊക്കെ ചില ദാദാമാരുണ്ടാവും, അവർക്കൊക്കെ ഇത് മാമൂല് കൊടുക്കണം. അത് ഈ ബൊംബായിലൊരു പതിവാ. നമ്മൾ ഏത് ഗല്ലി ചെന്ന് നോക്കിയാലും ഈ വക പാഹന്മാരുണ്ടാവുകയും ചെയ്യും. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്തായിട്ട് ഒഴിവാക്കലാണേ. ഞാൻ എന്താ തരണ്ട കരിമ്പായിക്ക്? കമ്മീഷൻ? കമ്മീഷൻ വാങ്ങാതെ ഒരു കച്ചവടം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് വേണ്ട. എന്നാൽ എന്റെ സന്തോഷത്തിന് ഞാൻ വാങ്ങണം നിർബന്ധമാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നത് തരേണ്ടി വരും. എന്ത്? ഒരു സ്മൈല്. സ്മൈലോ? അതെ, സ്മൈല്, പുഞ്ചിരി. അത് നീ വിചാരിക്കും പോലെ അത്ര ചെറിയ സംഗതി ഒന്നല്ല. അത് ഈ ബൊംബായിൽ കിട്ടാനും കുറച്ച് പ്രയാസാണ്. നീ വാ, പോവാ. थोड़ा वेट करो। अरे पापया, ये सामान लेकर ऊपर आओ। ഞാൻ എന്താ ചെയ്യാ രാമേട്ട എന്ന് പറഞ്ഞ് താൻ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ ചെയ്യേണ്ടെന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് അനുസരിക്കുക. വരെ തീരുമാനം എടുക്കാൻ വൈകിയോ എന്നൊരു പ്രയാസമുള്ളൂ ഇപ്പൊ എനിക്ക്. തനിക്കും അരുന്ധതിക്കും ഇന്നു മുതൽ ഇവിടെ താമസിക്കാം. സൗകര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എങ്കിലും മനസമാധാനം ഉണ്ടാവും. സ്ട്രീറ്റിലൊരു ദാതയായിട്ട് ജീവിക്കേണ്ട ഗതികേട് തനിക്ക് ഇവിടെ വരില്ല, അത് ഉറപ്പാ. രാമേട്ട, തനിക്ക് വേണ്ടി ഞാൻ വലിയൊരു ത്യാഗം ചെയ്യാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് എന്റെ മോള് ആരോഗ്യത്തോടെ വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഈ നഗരത്തിൽ നിന്നാ ചിലപ്പോ അത് സാധിക്കാതെ പോയെന്ന് വരും. എന്താ രാമേട്ട അതൊക്കെ? ഇവളും കുട്ടികളും ഇന്നത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് പോവാ. ഇവളുടെ ഓഹരിയിൽ കിട്ടിയ പഴയൊരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട് നാട്ടില്. 6 മുറികളുണ്ട് മൊത്തം. ഇവിടെ ഈ കുടിസുമുറിയിൽ ജീവിച്ച് ശീലിച്ച ഇവർക്ക് അവിടെ ചെല്ലുമ്പോ സ്വർഗമായിരിക്കും. രാമേട്ടനപ്പോ റിട്ടയർ ചെയ്യാൻ 1 കൊല്ലം കൂടെ ബാക്കിയുണ്ട്. അതുവരെ ഞാൻ ഇവിടെ നിന്നല്ലേ പറ്റൂ. പേടിക്കണ്ട, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. എടോ, ലോഡ്ജില് തന്റെ ആ കട്ടില് ഒഴിഞ്ഞു തന്നെ കിടപ്പുണ്ടാവും അല്ലേ? എനിക്കത് മതിയടോ 1 കൊല്ലം കഴിഞ്ഞുകൂടാൻ. വേണ്ട, തന്റെ ഈ സെന്റിമെന്റ്സും കരച്ചിലും ഒന്നും വേണ്ട. ട്രെയിനിന് സമയമാവണം.
ഞാൻ ഇവരെ സ്റ്റേഷനിൽ വിട്ടുവരാം. അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ള അരുന്ധതി. ബാക്കി ഇവിടെ കിടന്നോട്ടെ. നാട്ടിലേക്ക് വരുമ്പോ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്കും വരണം കേട്ടോ. ഇനി സമയം കളയണ്ട. രണ്ടുപേരും മനസ്സ് തുറന്നു തിരിച്ചിട്ട് പുതിയ ലൈഫ് തുടങ്ങിയാട്ടെ. ആ ലോക്കെവിടെ? നമ്പർ ലോക്കാ. ഇനി നമ്പർ മറക്കണ്ട. 6929. എത്രയാ? 6929.